നമ്മൾ എവിടെ ചെയ്യണോ? ക്യാമൽ റൈഡ്, സമ്മർലാൻഡ് ക്യാമൽസ് അല്ലേ? ഇവിടെ നമ്മൾ ക്യാമൽ റൈഡ് ചെയ്യാൻ വന്നതാണല്ലേ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾക്ക് ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവാണ് അങ്ങോട്ട് ഉണ്ടായിരുന്നത്. ശരിക്കും നല്ല സണ്ണിയായി, അന്ന് അത്യാവശ്യം കൂളായൊരു ദിവസമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്യാമൽസിന് ഇത്ര അടുത്ത് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് ടാഗൊക്കെ തരും. നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം, ഇത് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യണം. പല ടൈമിങ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പല ഡ്യൂറേഷനിലുള്ള ക്യാമൽ റൈഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് 10 മിനിറ്റ്സിൻ്റെയാണ് നമ്മൾ ചെയ്തത്, പക്ഷേ 30 മിനിറ്റ്സിൻ്റെയും 1 അവറിൻ്റെ ഒക്കെ ഉണ്ട്. ടിക്കറ്റ് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ക്യാമൽ സിൽക്കിൽ എൻട്രി ഫ്രീ ആണെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിനും ഓരോ റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മുടെ 2 പേര് വെച്ചാണ് ഇരിക്കുന്നത്. അവർ നമുക്ക് വയ്ക്കാനുള്ള ഹെൽമെറ്റും ഒക്കെ നമുക്ക് തരും. അവർ ഡയറക്ഷനും തരും നമുക്ക് എങ്ങനെ ഇരിക്കേണ്ടതെന്നൊക്കെ. ഇത് ക്യാമലാബിയുടെ മുടിയൊക്കെ കടിച്ച് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 8 to 10 ക്യാമൽസോളാണ് അവർ റൈഡിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്കൂൾ ഹോളിഡേ ടൈം ആയതുകൊണ്ട് ഒത്തിരി തിരക്കായിരുന്നു. അതുകൊണ്ട് അവർ നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തന്നു, കാമായിട്ടിരിക്കണം എന്നൊക്കെ. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ക്യാമൽ റൈഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ അവർ തരും. ആ ഫാമിനകത്ത് കൂടെ നമുക്ക് ശരിക്കും ഒരു നല്ലൊരു ഫുൾ സർക്കിൾ നമ്മൾ ചെയ്യിക്കും. പിന്നെ ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ക്ലോസ് വ്യൂ നമുക്ക് കിട്ടിയില്ല, പക്ഷെ നമുക്ക് അതിൽ ജസ്റ്റ് കാണാൻ പറ്റുമായിരുന്നു ഇങ്ങനെ കുഞ്ഞുങ്ങളുള്ളത്. പിന്നെ അവിടെ ഒരു കഫേയും ഉണ്ട്, ഒരു ഷോപ്പും ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഈ ക്യാമൽ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരി സ്കിൻ കെയർ, അങ്ങനെ മോയ്സ്ചറൈസർ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അവിടെ അവർ ഓഫർ ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ ക്യാമലിനെ ഫീഡ് ചെയ്യാം. അതിനകത്ത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഫീഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാം. അതും നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. താഴെ ചെയ്ത കൈ ഇങ്ങനെ നിവർത്തി പിടിക്കും. കയ്യിൽ വെച്ച് കൊടുക്ക്. We got one. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ക്യാമലിനൊക്കെ അടുത്ത് നിർത്തി കിട്ടുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി അടുത്ത് ക്യാമലിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ക്യാമലിന് ഹമ്പുണ്ട്, അതിനകത്ത് നമ്മൾ അവർ ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ശരിക്കും ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ക്ലോസ് വ്യൂവിൽ കാണുന്നത്. നമ്മൾ കുറേ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ അവിടുത്തെ കഫേയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റിയില്ല, കാരണം ഒത്തിരി തിരക്കായിരുന്നു. പിന്നെ നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോയി. പക്ഷെ നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ഡേ നമ്മൾ വൈൻഡ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു സ്ഥലമാണ് പിള്ളേരെയൊക്കെ കൊണ്ടുപോയി വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.